ഈ മഹാരാഷ്ട്രയിലെ വമ്പൻ തോൽവിക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടായ വലിയ തോതിലുള്ള പിളർപ്പ് അത് ചെറുതല്ല, വലിയ തോതിൽ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ പോയേക്കാം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇപ്പോൾ സഖ്യകക്ഷികൾ തന്നെ അവഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ അതിൽ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം, അതായത് ദേശീയ മാധ്യമങ്ങൾ തന്നെ കൊടുക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള പിളർപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ സഖ്യത്തിനുള്ളിലെ കാര്യങ്ങളെല്ലാം തന്നെ അതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോതിലുള്ള തോൽവിക്ക് ശേഷം ഈ പറയുന്ന തരത്തിൽ രാജിവയ്ക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷന്റെ സന്ദേശം ഖാർഗെയ്ക്ക് എത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ വളരെ വലിയ തോതിൽ തന്നെ ചൂടുപിടിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിച്ചത്. ആകെ നേടിയത് 16 സീറ്റുകൾ മാത്രം, അതും 12% താഴെയാണ് വോട്ടുകളും ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ നവാബ് പട്ടോലെ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് രാജിവെക്കണമെന്ന സന്ദേശം അയച്ചതായി ചില വാർത്തകൾ അവകാശപ്പെടുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് സേനയുമായും അതുപോലെ തന്നെ NCPയുമായും മഹാവികാസ് അഘാഡിയുടെ പങ്കാളിയായി കോൺഗ്രസ് ഇത്തവണ 102 സീറ്റുകളിൽ മത്സരിച്ചു. 16-ൽ മാത്രം ജയിച്ചു, 12% താഴെ വോട്ടുകളും. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണെങ്കിൽ 92-ൽ മത്സരിച്ച് 20 സീറ്റുകളും, ശരത് പവാറിന്റെ NCP ആണെങ്കിൽ 86-ൽ മത്സരിച്ച് 10ഉം നേടി. ഈ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുള്ളിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്നിരുന്നാലും തന്റെ പഴയ നിയമസഭാ സീറ്റായ ഭണ്ഡാര ജില്ലയിലെ സകോലിയിൽ പട്ടോലെ ഇത്തവണയും വിജയിച്ചിരുന്നു. അതും ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ആ ഒരു വിജയം എന്ന് പറയുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന തരത്തിൽ തോൽവിക്ക് ശേഷം കനത്ത തിരിച്ചടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള അഴിച്ചുപണി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിലത്തെ അവരുടെ ആ ഒരു തോൽവി അതൊരു ചെറിയ തോൽവി അല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ അപ്രസക്തമാക്കുന്ന തരത്തിൽ. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നേട്ടമുണ്ടാക്കിയ MVAക്ക് ഈ പറയുന്ന തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും ഒരു നാണം കെട്ട തോൽവിയായിട്ട് MVAക്ക് മാറുകയും MVAക്ക് ഉള്ളിൽ തന്നെയുള്ള പാർട്ടികളായിട്ടുള്ള ഉദ്ധവ് പക്ഷം വളരെ രൂക്ഷമായി കോൺഗ്രസിനെ വിമർശിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും സഖ്യം തന്നെ വിടുന്ന തലത്തിലോട്ടും കാര്യങ്ങൾ മാറുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. NCP ആയാലും അതുപോലെ തന്നെയാണ്. വളരെ വലിയ തോതിലുള്ള പിളർപ്പിലേക്ക് കാര്യങ്ങൾ മാറുന്നതും ഇനി വരും ദിനങ്ങൾ ആരൊക്കെ രാജിവെക്കുമെന്നുള്ളതും ആരൊക്കെ സഖ്യം വിടുമെന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. മഹാരാഷ്ട്ര പോര് അത് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ മാത്രമല്ല, അത് വളരെ വലിയ തോതിൽ തന്നെ മഹാരാഷ്ട്രയിലെ ആ ഒരു തോൽവി ഇന്ത്യ സഖ്യത്തിലുള്ള സഖ്യകക്ഷികൾ ഉൾപ്പെടെ വളരെ വലിയ തോതിൽ കോൺഗ്രസുമായുള്ള സഖ്യം വിടുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പല സഖ്യകക്ഷികളും കോൺഗ്രസിനെ എതിർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേരിടുന്ന ഈ ഒരു വലിയ പ്രതിസന്ധി അത് തീർച്ചയായിട്ടും ഏതറ്റം വരെ പോകുമെന്നും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കനത്ത തിരിച്ചടി അതിനി വളരെ വലിയ തോതിലുള്ള ഒരു ദുരന്തമായി അല്ലെങ്കിൽ ഒരു പിളർപ്പിലേക്കാണോ കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പോകുന്നതെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വലിയ തോതിലുള്ള ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഹരിയാനയിലൊക്കെ തന്നെയും BJPയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും തകർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ തരിപ്പണമാക്കി കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്.